ഇടത് കൺവീനർ ശ്രീ ടി പി രാമകൃഷ്ണൻ ജില്ലയിൽ വന്നപ്പോൾ ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത് സർക്കാർ 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്, അത് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രശ്നങ്ങൾ തീരുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് തീരുന്ന ഒരു വിഷയമല്ല. കാരണം ശബരിമല കൊള്ളക്കാരെ ഇപ്പോൾ സംരക്ഷിക്കുന്ന അതേ നിലപാട് തന്നെയാണ് ഈ പറയുന്ന ബ്രഹ്മഗിരി വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അവിടെ നടന്നിട്ടുള്ളത് അഴിമതിയും ധൂർത്തുമാണ്. ഈ അഴിമതിയും ധൂർത്തും കൃത്യമായിട്ടും അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി ഇടത് മുന്നണി കൺവീനർ ഈ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കേവലം 150 കോടി രൂപ ആവശ്യമുള്ള സ്ഥലത്ത് ഈ 10 കോടി രൂപ കൊണ്ട് എങ്ങനെയാണ് ഈ വിഷയം തീർക്കുക എന്നുള്ളത് കൂടി ഇടത് മുന്നണി കൺവീനർ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ, വന്യജീവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരകളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ശക്തമായി അഡ്രസ് ചെയ്യപ്പെടേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നയിച്ചു വരുന്ന പുതുയുഗ യാത്ര വലിയ ഒരു പ്രതീക്ഷയാണ് ജില്ലയിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ സംഘടനകൾക്കും ഒക്കെ നൽകുന്നത്.